എല്ലാവർക്കും ബ്രീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കണവ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് നാടൻ ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടൽസ് ഉണ്ടല്ലോ, ആ ഒരു മെത്തേഡിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം. 1/2 കിലോ കണവ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഈ അരപ്പെല്ലാം പിടിച്ച് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 മുറി തേങ്ങ, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, 6 ചെറിയ ഉള്ളി, വലിയൊരു പീസ് ഇഞ്ചി, ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ കണവയുടെ വെള്ളമെല്ലാം വറ്റിയിട്ട് പൊടികളൊക്കെ കണവയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പ് നേരിട്ടല്ല ചേർക്കുന്നത്. നമുക്ക് ഈ കണവയെല്ലാം സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും അരപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ കണവയെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് ഓയിൽ ചൂടാക്കി അരപ്പൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കണവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പം ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവാനായിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കണവയും അരപ്പും നമ്മൾ ആദ്യം ചേർത്ത മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുത്ത സവാളയും കുറച്ച് കറിവേപ്പിലേക്ക് വിതറിയിട്ട് സെർവ് ചെയ്യാം. ശരിക്കുള്ള നാടൻ ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ, താങ്ക് യു.